Hello dear students, welcome to the fourth lecture of the right share. And this lecture we are going to discuss how to calculate the theoretical market price and the one essay question. Only the two problems, one is how to calculate the theoretical market price or essay question. Chalpo question paper lo varum. Theoretical market price calculate ചെയ്യണം. അപ്പോൾ theoretical market price എങ്ങനെയാണ് നമ്മൾ calculate ചെയ്യുക? Then one essay question. ഇത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Okay, so let's moving to the first question. The same question as per the previous slide. Same question. A company offer its shareholders the right to buy the 2 shares at rupees 115 for every 5 shares of rupees 100 each. The market value of the share is rupees 150 each. The existing equity share capital of the company is rupees 30 lakh and calculate the theoretical market price. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇസ് ആവറേജ് പ്രൈസ്. തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ കാൽക്കുലേഷൻ ഓഫ് ദ ആവറേജ് പ്രൈസ് ആണ്. നമ്മൾ വാല്യൂ ഓഫ് റൈറ്റ് കാണുന്ന സമയത്ത് രണ്ട് മെത്തേഡ് പഠിച്ചു. ആ രണ്ട് മെത്തേഡിൽ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ ആവറേജ് പ്രൈസ് പറയുന്നുണ്ട്. കാരണം എങ്ങനെയാണ് വാല്യൂ ഓഫ് റൈറ്റ് വരുന്നത്? മാർക്കറ്റ് പ്രൈസ് മൈനസ് ആവറേജ് പ്രൈസ് ആണ് നമ്മളെ സംബന്ധിച്ച് അവിടെ വാല്യൂ ഓഫ് റൈറ്റ് ആയിട്ട് വന്നത്. Okay, so the market price, theoretical market price means is a average price. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങൾ റേഷ്യോ ഐഡന്റിഫൈ ചെയ്യാം. നമുക്കറിയാം ബൈ 2 shares, ഷെയർ ഹോൾഡർ റൈറ്റ് ടു ബൈ ദ 2 shares ഓഫ് rupees 115 for every 5 shares. The ratio of the right issue is 2:5. 2 എന്ന് പറയുന്നത് ന്യൂ ഷെയർ ആണ്, 5 എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ്. 5 ഷെയർ ഉള്ള ഒരാൾക്കാണ് 2 ഷെയർ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. കമ്പനി ഓഫർ ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ് ടു ബൈ ദ 2 shares ഓഫ് rupees 115 ഫോർ എവറി 5 shares rupees 100 ഈസ് ഹെൽഡ്. 5 ഷെയർ ഉള്ള ആൾക്ക് 2 ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. സോ ദ റേഷ്യോ ഇസ് ദ സെയിം, ദ 2:5. ദെൻ ഫൈൻഡ് ഔട്ട് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ. നമുക്കറിയാം ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ ഈസ് 150. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യം ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ 150. ഇപ്പോഴത്തെ മാർക്കറ്റ് എത്ര ഷെയർ ഉണ്ടായിരുന്നു? എക്സിസ്റ്റിംഗ് ഷെയർസ് 5 എണ്ണമാണ്. ദ സെയിം സ്റ്റെപ്പാണ് നമ്മുടെ വാല്യൂ ഓഫ് റൈറ്റിൽ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ്. വാല്യൂ ഓഫ് റൈറ്റ് അറിയാവുന്ന വ്യക്തിക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെ നമ്മൾ 150 ഇൻറ്റു 5. 5 എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു എക്സിസ്റ്റിംഗ് ഷെയർ 150 ഇൻറ്റു 5 750. അതാണ് നമ്മുടെ എന്ത് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ. ദെൻ സ്റ്റെപ്പ് 2, ആഡ് ദ എമൗണ്ട് പെയ്ഡ് ഫോർ ദ ഫ്രഷ് ഇഷ്യൂ. ഇപ്പോൾ പുതിയ ഇഷ്യൂവിന് എത്ര പൈസ കൊടുത്തു നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം പുതിയ ഇഷ്യൂ വരുന്നത് 2 shares ആണ് പുതിയ ഷെയർസ് ആയിട്ട് വരുന്നത് അറ്റ് rupees 115 ആണ്. 2 ഷെയർ ആണ് പുതിയതായിട്ട് കൊടുക്കുന്നത്. അതിന്റെ റൈറ്റ് വാല്യൂ എന്ന് പറയുന്നത് rupees 115 ആണ്, 115 ആണ്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ വാല്യൂ കണ്ടുപിടിക്കും. ഇഷ്യൂ പ്രൈസ് 115 ആൻഡ് നമ്പർ ഓഫ് ഷെയർസ് ഈസ് 2. പുതിയതായിട്ട് വരുന്ന ഷെയർസ് 2 ആണ്. 115 ഇൻറ്റു 2 230 ആണ് നമുക്ക് ടോട്ടൽ വാല്യൂ ആയിട്ട് വരണം. നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ total market value, that means market value plus your the total value, issue value, that's a 230. 750 plus 230 980 ആണ് നമ്മുടെ ടോട്ടൽ ആയിട്ട് വരുന്ന വാല്യൂ. അപ്പോൾ ഈ രണ്ട് ടോട്ടൽസ് 750ഉം 230ഉം കൂടി ആഡ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. സോ 980 ഈസ് ദ ടോട്ടൽ വാല്യൂ. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ആവറേജ് പ്രൈസ് കണ്ടുപിടിക്കും. ദ ആവറേജ് പ്രൈസ് ഈസ് 980. So this total 980 divided by the 7. 7 means you are the existing share plus new share. Total share ne kondu nammal divide cheyana cheya. Total share 7 ആണ്. That means 2 plus 2 plus 5 7. 2 new shares ഉം 5 existing share. അപ്പോൾ ആ 7 ഷെയർ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ ആവറേജ് പ്രൈസ്. ഈ ആവറേജ് പ്രൈസിന് തന്നെയാണ് എന്ത് പറഞ്ഞാൽ നമ്മൾ തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർമ്മയിൽ വെക്കുക, ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ
ആവറേജ് പ്രൈസ് പറഞ്ഞാൽ നമുക്ക് ഈസി കണ്ടുപിടിക്കാം. കാരണം നമ്മൾ വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഫസ്റ്റ് മെത്തേഡിൽ ആവറേജ് പ്രൈസിന്റെ കാൽക്കുലേഷൻസ് നമ്മൾ പറയുന്നുണ്ട് ഇല്ലേ? ആവറേജ് പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ പറയുന്നുണ്ട്. അപ്പൊ അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദ സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. ബാക്കിയുള്ള സ്റ്റെപ്പ് ഇവിടെ ആവശ്യമില്ല, കാരണം ഇവിടെ ആവറേജ് പ്രൈസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സൊല്യൂഷനായി തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് ആയി. അപ്പോൾ വാല്യൂ ഓഫ് റൈറ്റിലെ അതേ സ്റ്റെപ്സുകൾ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു. നമ്മൾ ആദ്യം ചെയ്യുന്നത് റേഷ്യോന്റെ പ്രപ്പോർഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത് 2:5. Then market value identifier 150 is your the market value. Then total market value 150 into 5 750, കാരണം 150 into 5 existing മൾട്ടിപ്ലൈ ആണ് 750. Then step 2 നിങ്ങൾ ഫ്രഷ് ഇഷ്യൂന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഫ്രഷ് ഇഷ്യൂ 115 രൂപയാണ്. എത്ര ഫ്രഷ്? 2 ഷെയർസ് ആണ് വരുന്നത്. 115 into 2 230 വരുന്നു. Then total identifier 750. Then plus 230 is 980. Third step is average price. So average price means 980 divided by 7. 7 means 5 existing shares plus 2 new shares. So 140 is your the average price. Once again, theoretical market price means average price. Theoretical market price means your the average price. Okay, that's the first question. And the second question, the calculate the value of right. നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സുകളാണ്, പക്ഷേ 2-3 കാര്യങ്ങൾ ഇവിടെ ഞാൻ അഡീഷണൽ എലമെന്റ് എഴുതിയിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കൂടിയാണ് ഈ ലാസ്റ്റ് പ്രോബ്ലം ചെയ്യുന്നത്. ഇവിടെ ഈ ചാപ്റ്റർ റൈറ്റ് ഇഷ്യൂ നമ്മൾ അവസാനിപ്പിക്കും, റൈറ്റ് ഷെയർസ് നമ്മൾ അവസാനിപ്പിക്കും. ദ ക്വസ്റ്റ്യൻ ഈസ് ദ ഡൽഹി ലിമിറ്റഡ് ഡിസൈർ ടു ഇൻക്രീസ് ദ എക്സിസ്റ്റിംഗ് ഷെയർ ക്യാപിറ്റൽ ബൈ മേക്കിംഗ് എ റൈറ്റ് ഇഷ്യൂ. ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ് ഇൻ ദ പ്രൊപ്പോർഷൻ 1 ന്യൂ ഷെയർ ഫോർ എവറി 4 ഷെയർ. അപ്പോൾ ഒരു ഷെയർ ആണ് പുതിയത് വരുന്നത്. ദെൻ 4 ഷെയർസ് 4 എക്സിസ്റ്റിംഗ് ആണ്. ദ കമ്പനി ഡിക്ലെയർ ദ ഡിവിഡൻഡ് ഓഫ് ₹20 ഷെയർസ് 20. On the declaration of the dividend and the recommendation of the right, the shares are quoted at the price 240. 240 രൂപയ്ക്കാണ് ഷെയർ കോട്ടഡ്. ദാറ്റ് മീൻസ് മാർക്കറ്റ് പ്രൈസ്. ഇതേ പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. 240. The come dividend, അതിൽ ഡിവിഡൻഡ് ഇൻക്ലൂഡ് ആണ്. The company offer and the right issue share. റൈറ്റ് ഇഷ്യൂവിന്റെ ഷെയറിന്റെ പ്രൈസ് എത്രയാണെന്ന് പറയുന്നത് ₹100 at a premium of ₹20. റൈറ്റ് ഇഷ്യൂ വരുന്നത് 100 രൂപയുണ്ട് ഫേസ് വാല്യൂ. ദെൻ പ്ലസ് പ്രീമിയം വരുന്നുണ്ട് ₹20 പ്രീമിയം ആണ്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദ റൈറ്റ്. പറയാം വാല്യൂ ഓഫ് റൈറ്റ് കാണാൻ നമുക്ക് രണ്ട് മെത്തേഡ് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡിവിഡൻഡ് ഉണ്ട്, ഡിവിഡൻഡ് മാർക്കറ്റ് പ്രൈസിൽ ഡിവിഡൻഡ് ഇൻക്ലൂഡ് ആണെന്ന് അവർ പറയുന്നുണ്ട്. കം ഡിവിഡൻഡ് എന്ന് പറഞ്ഞു. അപ്പൊ മാർക്കറ്റ് പ്രൈസിൽ ഡിവിഡൻഡ് ഇൻക്ലൂഡ് ആണ്. ഇനി റൈറ്റ് ഇഷ്യൂ നടത്തുന്ന പ്രൈസ് എത്രയാണ്? 100 രൂപ അറ്റ് പ്രീമിയം. അതായത് 100 പ്ലസ് 20 120 ആയിരിക്കും അവിടുത്തെ ഇഷ്യൂ പ്രൈസ് പറയുന്നത്. പ്രീമിയത്തിലാണ് ഇഷ്യൂ. 100 എന്ന് പറയുന്നത് ഫേസ് വാല്യൂ ആണ്. അറ്റ് പ്രീമിയം. അപ്പൊ 20 രൂപ അതിന്റെ പ്രീമിയം വരുന്നത്. അപ്പൊ 120 ആയിരിക്കും എന്ത് ഇഷ്യൂ പ്രൈസ് ആയിട്ട്. റൈറ്റ് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് 120 ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ദെൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദ റൈറ്റ്. ദ വാല്യൂ ഓഫ് റൈറ്റ് എന്താ നമ്മൾ ആദ്യം ചെയ്യാം? ദ ഫസ്റ്റ് ഡിസൈഡ് ദ റേഷ്യോ as a 1 new shares for the every 4 shares. So ratio is the 1:4. 1 is a new share and 4 is a existing share. Step 1 നമ്മൾ ചെയ്യുന്ന മാർക്കറ്റ് പ്രൈസ് ഐഡന്റിഫൈ ചെയ്യുന്നു. മാർക്കറ്റ് പ്രൈസ് കാണുമ്പോൾ ശ്രദ്ധിക്കുക 240 is the quoted price. Quoted price means you are the market price, but it come dividend. ഇതിൽ ഡിവിഡൻഡും റൈറ്റ് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡിവിഡൻഡ് ആണെങ്കിൽ നേരത്തെ ചെയ്യണം മാർക്കറ്റ് പ്രൈസ് കുറയ്ക്കണം. അപ്പോൾ എക്സാക്ട് മാർക്കറ്റ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 240 മൈനസ് 20 രൂപ എന്ന് പറഞ്ഞിട്ട് ഈ ഡിവിഡൻഡിന്റെ പ്രൈസ് ആണ്. ഡിവിഡൻഡ് പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും എക്സാക്ട് വരുന്ന മാർക്കറ്റ് പ്രൈസ്. ഇറ്റ്സ് 220. 240 അല്ല, കാരണം അതിൽ ഡിവിഡൻഡ് ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എക്സാക്ട് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഡിവിഡൻഡ് പ്രൈസിന് കുറയ്ക്കണം. ഇപ്പോൾ 240 മൈനസ് 20 220 ആണ് മാർക്കറ്റ് പ്രൈസ്. നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കാണാം. അപ്പോൾ മാർക്കറ്റ് വാല്യൂ 220 ആണ്. 220 ഇൻറ്റു നമ്മൾ ചെയ്യുന്നപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഉണ്ട്, അത് മൾട്ടിപ്ലൈ ചെയ്യും. എക്സിസ്റ്റിംഗ് ഷെയർ ടോട്ടൽ മാർക്കറ്റ് എക്സിസ്റ്റിംഗ് 220 into 4 is 880 is your the total market value. അപ്പോൾ 880 ടോട്ടൽ വാല്യൂ. രണ്ടാമത് നമ്മൾ ആഡ് എമൗണ്ട് പെയ്ഡ് ഫോർ ദ ഫ്രഷ് ഇഷ്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം എമൗണ്ട് പെയ്ഡ് ഫോർ ദ ഫ്രഷ് ഇഷ്യൂ. ഫ്രഷ് ഇഷ്യൂ നടത്തുന്ന പ്രൈസ് 100 ഫേസ് വാല്യൂ അറ്റ് എ പ്രീമിയം എന്ന് അവർ പറയുന്നുണ്ട്. ദ കമ്പനി ഓഫർ ആൻഡ് ദ റൈറ്റ് ഇഷ്യൂ എ ഷെയർ ഓഫ് ₹100 അറ്റ് എ പ്രീമിയം ഓഫ് ₹20. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എത്ര രൂപയാണ്? അപ്പോൾ 100 പ്ലസ് 20 ഇഷ്യൂ പ്രൈസ് വരുന്നത് 100
പ്ലസ് 20. ആ നോട്ട് നോക്കി തന്നെ കാണാൻ സാധിക്കും. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് പ്രീമിയം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. വൺസ് അഗെയിൻ നിങ്ങൾ ആ നോട്ടിലേക്ക് നോക്കുക, നോട്ട്സ് എടുക്കുക, ആ നോട്ടിലേക്ക് നോക്കി തന്നെ കാണാൻ സാധിക്കും അവിടെ പ്രീമിയം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. വെരി ഇമ്പോർട്ടൻ്റ് എലമെന്റ്. അപ്പോൾ ഇഷ്യൂ പ്രൈസ് ഇവിടെ 100 പ്ലസ് പ്രീമിയം ഉള്ളതുകൊണ്ട് 120 രൂപയാണ് ഇവിടുത്തെ ഇഷ്യൂ പ്രൈസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ വാല്യൂ കണ്ടുപിടിക്കണം. എത്രയാണ് പുതിയതായിട്ട് വരുന്ന ഇഷ്യൂ? ന്യൂ ഇഷ്യൂ 1 ആണ്. അപ്പോൾ ടോട്ടൽ വാല്യൂ 120 ഇൻറ്റു 1, so 120, that is the total price. Total value of the issue price, total value, issue price total value ആണ്. ഇപ്പോൾ 2 എലമെന്റ് കിട്ടി. നമ്മൾ നേരത്തെ ചെയ്ത് പറഞ്ഞ ഈ 2 എലമെന്റ് ആദ്യം നിങ്ങൾ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിച്ചു, രണ്ടാമത് ടോട്ടൽ ഇഷ്യൂ പ്രൈസ് കണ്ടുപിടിച്ചു. ഇങ്ങനെ ടോട്ടൽ കണ്ടുപിടിക്കണം. 880 പ്ലസ് 120, 880 പ്ലസ് 120, ദാറ്റ് ഈസ് 1000 ആണ് നിങ്ങൾ ടോട്ടൽ വരുന്ന ഇപ്പോഴത്തെ വാല്യൂ. ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യും? അടുത്താണ് നമ്മൾ ആവറേജ് പ്രൈസ് കണ്ടുപിടിക്കും. സ്റ്റെപ്പ് 3 നമ്മൾ ആവറേജ് പ്രൈസ് കണ്ടുപിടിച്ചു. ആവറേജ് പ്രൈസ് എത്ര വരും? ഇസ് ആവറേജ് പ്രൈസ് 1000 ടോട്ടൽ ഡിവൈഡ് ബൈ ദ നമ്പർ ഓഫ് ഷെയർസ്. നമ്പർ ഓഫ് ഷെയർസ് നമുക്കറിയാം എത്രയാണ്? 4 പ്ലസ് 1, ദാറ്റ് ഇസ് 5 ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. സോ ദാറ്റ് ഇസ് 200 ആണ് നിങ്ങളുടെ ആവറേജ് പ്രൈസ്. ആവറേജ് പ്രൈസ് എന്ന് പറയുന്നതാണ് കോട്ടഡ് മാർക്ക്. നേരത്തെ മുമ്പിലത്തെ പ്രോബ്ലത്തിലെ അതേ സ്റ്റെപ്പുകൾ തന്നെ അതിന് ആവറേജ് പ്രൈസിന് ഇവരുടെ പരിധിച്ച കോട്ടഡ് മാർക്കറ്റ് പ്രൈസ് കൂടി നമ്മൾ പറയാറുണ്ട്. ദെൻ വാല്യൂ ഓഫ് റൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ എത്രയും നമുക്കറിയാം. എത്രയാണ് എക്സാക്ട്? 240 എക്സാക്ട് മാർക്കറ്റ് പ്രൈസ്. അത് 220 മൈനസ് ആവറേജ് പ്രൈസ് 220 ഈസ് യുവർ ദ വാല്യൂ ഓഫ് ദ റൈറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എലമെന്റ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇവിടെ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കമ്പനി ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ് ഉണ്ട്. ദെൻ ഡിവിഡൻഡിൽ എന്ത് ഇൻക്ലൂഡ് ആണ്? മാർക്കറ്റ് പ്രൈസിൽ ഡിവിഡൻഡ് ഇൻക്ലൂഡ് ആണ്. ദെൻ കമ്പനി ഓഫർ റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നത് 100 രൂപ അറ്റ് പ്രീമിയത്തിലാണ്. അതിൻ്റെ അർത്ഥം 120 രൂപയ്ക്കാണ് അതിൻ്റെ റൈറ്റ് ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഇത് ചെയ്യേണ്ട റേഷ്യോ ഐഡന്റിഫൈ ചെയ്യുന്നു. ന്യൂ ഷെയർ ആൻഡ് എക്സിസ്റ്റിംഗ് ഷെയർ. മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നു. 240 മാർക്കറ്റ് വാല്യൂ. ബട്ട് അതിൽ കം ഡിവിഡൻഡ് ഉള്ളതുകൊണ്ട് ഡിവിഡൻഡ് എമൗണ്ട് നമ്മൾ കുറയ്ക്കുന്നു. സോ 220 ആണ് കറക്റ്റ് മാർക്കറ്റ് വാല്യൂ. ആൻഡ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നു. 220 into existing share 4 is 880 is the total market value. Then issue price കണ്ടുപിടിക്കുന്നു. ഇഷ്യൂ പ്രൈസ് നമുക്കറിയാം 100 പ്ലസ് 20, 120 ആണ് ഇഷ്യൂ പ്രൈസ്. അങ്ങനെ എത്ര ഷെയർ? ഒരു ഷെയർ ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. 120 ഇൻറ്റു 1, 120. ദെൻ ടോട്ടൽ 880 പ്ലസ് 120 is 1000. ടോട്ടൽ കിട്ടി. നമ്മൾ ആവറേജ് പ്രൈസ് കാണുന്നു. 1000 divided by 5, that's 4 exchange shares plus 1 new shares. 200 is average price. Then value of the right market price minus average price. രണ്ടാമത്തെ മെത്തേഡ് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് നമുക്കറിയാം. ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എന്താണ്? ഓൾട്ടർനേറ്റീവ് മെത്തേഡ് അവിടെ എഴുതിയിട്ടില്ല. എന്താണ് ഓൾട്ടർനേറ്റീവ്? ഫ്രഷ് ഷെയർസ് ഡിവൈഡ് ബൈ ഫ്രഷ് പ്ലസ് എക്സിസ്റ്റിംഗ്, ദെൻ മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്. ആ ഫോർമുല ചെയ്താലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് വെച്ചുകൊണ്ടായിരിക്കും നമുക്ക് ഇവിടെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 2 മെത്തേഡുകളുണ്ട്. 2 മെത്തേഡ് ഏത് മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഡിവിഡൻഡ് വരുമ്പോൾ കറക്റ്റ് മാർക്കറ്റ് പ്രൈസ് കണ്ടു. ഡിവിഡൻഡ് മാർക്കറ്റ് പ്രൈസ് ഇൻക്ലൂഡ് ആകുമ്പോൾ നിങ്ങൾ കറക്റ്റ് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് 240 മൈനസ് 20. അതാണ് 220 ആണ് എക്സാക്ട് മാർക്കറ്റ്. ഇഷ്യൂ പ്രൈസ് പ്രീമിയം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. പ്രീമിയം വരുന്നുണ്ട്, അവിടെ നമ്മൾ ആഡ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ റൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് അത്യാവശ്യം പ്രോബ്ലംസ് ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നിങ്ങളുടെ നോട്ട്സ് വെച്ച് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. നിങ്ങളുടെ നോട്ട്സ് വെച്ച് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി ദെൻ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക, ചോദിക്കുക. ഓൺലൈൻ ക്ലാസ് പ്രിഫർ ചെയ്ത് എനിക്കറിയാം. ഇത് ഓൺലൈൻ ക്ലാസ് ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്തില്ല. എങ്ങനെ എത്തുന്നത് ആലോചിച്ച് നോക്കി. ഓൺലൈൻ ക്ലാസ്സിലൂടെ ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് നിങ്ങൾക്കത് ഹിയർ ചെയ്യാൻ സാധിക്കില്ല. ഒരുപാട് ഡിസ്റ്റർബൻസ് വരും. ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഏത് സമയത്ത് ഈ വീഡിയോസ് കാണാം. അല്ലെ, നിങ്ങൾക്ക് എപ്പോൾ ഫ്രീ കിട്ടുന്നു അപ്പോൾ ഈ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ ചാപ്റ്ററിലത്തെ പ്രോബ്ലംസും ദെൻ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി നോട്ട്സ് തന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷൻ സോൾവ് പ്രോബ്ലംസും നിങ്ങൾക്ക് PDF അയച്ചിട്ടുണ്ട്. ഇത് രണ്ടുപേരും കമ്പയർ ചെയ്ത് നമുക്ക് ഒരു പരിധി വരെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സോ നന്നായിട്ട് ചെയ്യാം. നന്നായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ thank you so much and thank you for watching me. Bye.